വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായുണ്ടാകുന്ന വിമാന തടസ്സങ്ങൾ ഏതൊരു യാത്രക്കാരനെയും ആശങ്കയിലാഴ്ത്തുന്നതാണ്. യുദ്ധ സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ മുടക്കിയ പണം തിരികെ കിട്ടുമോ അതോ യാത്ര മുടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇനി UAE കൃത്യമായ ഉത്തരമുണ്ട്. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ ഏവിയേഷൻ കൺസ്യൂമർ വെൽഫെയർ ഡയറക്റ്റീവ് യാത്രക്കാർക്ക് നൽകുന്നത് വലിയൊരു സുരക്ഷാ കവചമാണ്. എയർലൈനുകൾക്കും ഏജന്റുമാർക്കും മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഈ നിയമം പ്രവാസികൾക്ക് എങ്ങനെയാണ് തുണയാകുന്നത്? തടസ്സപ്പെട്ട യാത്രകൾക്ക് എങ്ങനെ നഷ്ടപരിഹാരം ഉറപ്പാക്കാം? വിമാന കമ്പനികളുടെ പുതിയ റീഫണ്ട് നയങ്ങൾ എന്തൊക്കെയാണ്? യാത്രയ്ക്ക് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US-ഇറാൻ സംഘർഷം നടക്കുന്നതിനാൽ തന്നെ പല വിമാന സർവീസുകളിലും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. സംഘർഷം കണക്കിലെടുത്ത് പല വിമാനങ്ങളും റദ്ദാക്കപ്പെടുന്നു, ചിലത് വൈകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ടിക്കറ്റ് തുക തിരികെ ലഭിക്കുന്നതിനും വിമാനങ്ങൾ റീബുക്ക് ചെയ്യുന്നതിനുമാണ്. യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി UAE സർക്കാർ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി ഏവിയേഷൻ കൺസ്യൂമർ വെൽഫെയർ ഡയറക്റ്റീവ് പുറത്തിറക്കിയത്. ഇത് യാത്രക്കാരും വിമാന കമ്പനികളും ട്രാവൽ ഏജന്റുമാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. ഏവിയേഷൻ കൺസ്യൂമർ വെൽഫെയർ ഡയറക്റ്റീവ് പ്രവാസികളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ചോദിച്ചാൽ, തർക്കങ്ങൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് പരാതി നൽകാം. നിങ്ങൾ നൽകിയ പരാതിയുടെ നിലവിലെ അവസ്ഥ ഓൺലൈനായി ട്രാക്ക് ചെയ്യാവുന്നതാണ്. എയർലൈനുകളുടെയോ ഏജന്റുമാരുടെയോ സേവനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് സത്യസന്ധമായി നൽകാം. വിമാനങ്ങൾ റദ്ദാക്കുമ്പോഴോ വൈകുമ്പോഴോ കൃത്യമായ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ യാത്രക്കാരെ UAEയുടെ ഈ സംവിധാനം സഹായിക്കും. വിമാനയാത്രയിലെ കാലതാമസം, റദ്ദാക്കലുകൾ, സേവന പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ എയർലൈനും വ്യത്യസ്ത രീതിയിലാണ് അതിന്റെ റീഫണ്ടും റീബുക്കിങ്ങും ഒക്കെ നടത്തുന്നത്. എമിറേറ്റ്സ് ആണെങ്കിൽ മെയ് 31 വരെ യാത്ര പ്ലാൻ ചെയ്തവർക്ക് യാത്രയിൽ തടസ്സം നേരിട്ടാൽ യാതൊരു അധിക ചാർജും ഇല്ലാതെ ജൂൺ 15 വരെയുള്ള തീയതികളിലേക്ക് ടിക്കറ്റ് റീബുക്ക് ചെയ്യാൻ എമിറേറ്റ്സ് അനുവദിക്കും. ഇതിനായി നിങ്ങൾക്ക് മാനേജ് ബുക്കിംഗ് എന്ന ലിങ്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായി ഇത് ബുക്ക് ചെയ്യാനും സാധിക്കും. ടിക്കറ്റ് റദ്ദാക്കിയവർക്ക് മുഴുവൻ തുകയും തിരികെ ലഭിക്കും. എന്നാൽ ട്രാവൽ ഏജന്റ് വഴിയാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ നിങ്ങൾ ഏജന്റിനെ തന്നെ ബന്ധപ്പെടണം. ഇനി എത്തിഹാദ് എയർവൈസിലേക്ക് വന്നാൽ, വിമാനം പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കാൻ എയർവൈസ് യാത്രക്കാരെ അനുവദിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത 24 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയാൽ മുഴുവൻ തുകയും തിരികെ ലഭിക്കും. എയർ അറേബ്യയുടെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് തരം ഏതാണെന്ന് നോക്കിയാണ് റീഫണ്ട് തരുന്നത്. ബേസിക് ടിക്കറ്റുകൾക്ക് പണമായി റീഫണ്ട് ലഭിക്കില്ല, പകരം അത് ക്രെഡിറ്റ് ആയി സൂക്ഷിക്കാം. വാല്യൂ, അൾട്ടിമേറ്റ് ടിക്കറ്റുകൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കും. അതേസമയം ഫ്ലൈ ദുബായ് ആണെങ്കിൽ റീഫണ്ടിന് പകരമായിട്ട് വൗച്ചറുകളാണ് നൽകുന്നത്. ഇത് പിന്നീട് അടുത്ത യാത്രകൾക്കായി ഉപയോഗിക്കാം. കാലാവസ്ഥാ പ്രശ്നങ്ങൾക്കോ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കോ പുറമെ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സാങ്കേതിക തകരാറുകൾ മൂലം വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് പുതിയ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ മൂലം വിമാനം വൈകുന്നതിനും മറ്റുമാണെങ്കിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നത്. യുദ്ധമോ കാലാവസ്ഥാ പ്രശ്നമോ ഒക്കെ ആണെങ്കിൽ വിമാന കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾക്ക് പരിധിയുണ്ട്. കാലാവസ്ഥാ പ്രശ്നങ്ങൾക്കോ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കോ പുറമെ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സാങ്കേതിക തകരാറുകൾ മൂലം വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് പുതിയ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. നിശ്ചിത മണിക്കൂറുകളിൽ കൂടുതൽ വിമാനം വൈകുകയാണെങ്കിൽ ഭക്ഷണം, താമസം, ആശയവിനിമയ സൗകര്യങ്ങൾ എന്നിവ നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരാണ്. ഇത് വിമാന കമ്പനികളുടെ സേവന നിലവാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും. വിമാനം റദ്ദാക്കപ്പെടുമ്പോൾ വൗച്ചറായോ പണമായോ തിരികെ ലഭിക്കുന്ന തുക കൃത്യസമയത്ത് ഉറപ്പാക്കാൻ എയർലൈൻ ട്രാക്കിംഗ് സംവിധാനം സഹായിക്കും. യാത്രക്കാർ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ചാനലുകൾ വഴി പരാതിപ്പെടുകയും ചെയ്യണം. ആഗോളതലത്തിൽ വിമാന സർവീസുകൾ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ യാത്രക്കാരുടെ പക്ഷം ചേർന്നിരിക്കുന്ന UAEയുടെ ഈ നിലപാട് പ്രവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും വലിയ ആശ്വാസം തന്നെയാണ്.